ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഞാൻ സത്യനാരായണനാണ്, സ്വദേശം കാസർഗോഡാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്നുള്ള ടിപ്പിക്കൽ ഒരു സെലിബ്രിറ്റിയുടെ ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസാണ്. മറ്റാരുമല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഓൾറൗണ്ട് ക്രിക്കറ്ററായ അക്ഷർ പട്ടേൽ നിങ്ങൾക്കറിയാം. ഓക്കെ, അദ്ദേഹം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതായിട്ട് പല ആൾക്കാർക്കും അറിയാം, ചില ആൾക്ക് അറിയില്ല. കാരണം പല ആൾക്കാർ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഒരു 10% ആൾക്കാർക്ക് ഇപ്പോഴും അറിയുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ മുടി വന്നു ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. ഓക്കെ, അക്ഷർ പട്ടേലിൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ബിഫോർ ഫോട്ടോസ് കാണിക്കാം. ഞാൻ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയ ഫോട്ടോസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബിഫോർ ഫോട്ടോ, ഈ രണ്ട് സൈഡ് നല്ലപോലെ കയറിയിട്ട് നെറ്റി നല്ലപോലെ കയറി കഴിഞ്ഞു. ബാക്കി ക്രൗൺ ഏരിയ ഒന്നും അദ്ദേഹത്തിന് പ്രോബ്ലമില്ല, അടിപൊളി ഡോണർ ഏരിയ കൂടിയാണ്. ആക്ച്വലി ഇങ്ങനത്തെ കേസൊക്കെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന കേസാണ്. പക്ഷേ എന്താണ് സംഭവിച്ചു, അദ്ദേഹത്തിന് ഹെയർ ട്രാൻസ്പ്ലാന്റിന് മുടി വന്നില്ലേ, എന്താ വന്നതിൻ്റെ പ്രോബ്ലം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശേഷം അദ്ദേഹം ഏതൊരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കളിക്കുന്ന സമയത്ത് അതിൻ്റെ ഹെയർ ലൈൻ നോക്കിയാൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്താണ് ഇവിടെ ഒരു പ്രോബ്ലം എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, ഹെയർ ലൈനൊക്കെ വരച്ചിട്ടുണ്ടെല്ലാം ഓക്കെയാണ്. പക്ഷേ ഹെയർ ലൈൻ ഒരുപാട് ഇറക്കിയാണ് വരച്ചിരിക്കുന്നത്. നെറ്റ് സൈസ് ചെറുതാക്കിയിട്ട് ഒരുപാട് ഇറക്കിയിട്ട് ഹെയർ ലൈൻ ചെയ്തു. ആക്ച്വലി നമ്മൾ ഹെയർ ലൈൻ കാണുമ്പോൾ ഇപ്പോൾ കാണുന്നത് വരച്ച ഹെയർ ലൈൻ അല്ല. ഈ ഹെയർ വളർന്ന ശേഷം ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് ഫുൾ റിസൾട്ട് വരുമ്പോൾ എന്തായാലും 1 സെൻറ്റിമീറ്റർ താഴോട്ട് ജസ്റ്റ് മുടി വളരുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. അല്ലാതെ ഹെയർ ലൈൻ, നമ്മൾ എപ്പോഴും മുടിയുള്ള ഒരു വ്യക്തികളാണ്, ഹെയർ ലൈൻ എന്തായാലും കയറിയിട്ടായിരിക്കും, കുറച്ച് മുടി താഴോട്ട് ചീകുമ്പോൾ താഴോട്ട് വീഴും. അപ്പോൾ എപ്പോഴും നമ്മൾ ഹെയർ ലൈൻ വരയ്ക്കുമ്പോൾ നെറ്റിലൊരു മസിലുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ നെറ്റ് ചുളുങ്ങുമ്പോൾ അറിയാൻ പറ്റും ഒരു മസിൽസ്. ഈ മസിലിൻ്റെ മുകളിലെ ഹെയർ ലൈൻ വരയ്ക്കാവും. താഴെ വരച്ച് കഴിഞ്ഞാൽ വിഗ് വെച്ചൊരു ഫീലിംഗ് വരും. പല ആൾക്കാർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഒരുപാട് റിസൾട്ട്സ് ഫോട്ടോസ് കാണുമ്പോൾ ഹെയർ ലൈൻ കുറച്ച് ഇറക്കി വരച്ചുകൂടെ. പല ക്ലിനിക്കുകളും ഒരുപാട് ആൾക്കാർ ഇറക്കി വരയ്ക്കുന്നുമുണ്ട്. ഇറക്കി വരയ്ക്കണം, ഒരു ലിമിറ്റേ ഉള്ളൂ. അതിനേക്കാൾ ഒരുപാട് താഴെ ഇറക്കരുത്. ഇറക്കി കഴിഞ്ഞാൽ എന്ത് പ്രോബ്ലം വരുമെന്ന് ഈ റിസൾട്ട് കണ്ട് അറിയാൻ പറ്റും. ഇപ്പോൾ അക്ഷർ പട്ടേൽ റിസൾട്ട് വന്നോ? 100% റിസൾട്ട് വന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഉണ്ടോ? 100% ഡെൻസിറ്റി ഉണ്ട്. കാരണം അദ്ദേഹം സഫയറിലായിരിക്കും ചെയ്തിരിക്കുക. നല്ല ഡെൻസിറ്റി ഉണ്ട്, എല്ലാം ഓക്കെയാണ്. എന്താ ഇതിനൊരു പ്രോബ്ലം? അതാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ റിസൾട്ട് ഒന്ന് കാണിക്കാം. നിങ്ങൾ നോക്കിയേ, റിസൾട്ടെല്ലാം വന്നു. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഒന്ന് സ്ട്രൈറ്റ് ഹെയർ ലൈൻ ആയിപ്പോയി, പിന്നൊന്ന് ഒരുപാട് ഇറങ്ങിപ്പോയി. ഇത് കാണുമ്പോൾ ഒരു തൊപ്പി വെച്ച ഫീലിംഗ് അല്ലെങ്കിൽ ഒരു വിഗ് വെച്ച ഫീലിംഗ് ഉണ്ടാവും. ആക്ച്വലി അദ്ദേഹത്തിന് തന്നെ അത് ഇഷ്ടമില്ലാതെന്ന് തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ആ ഒരു ഇതിൽ കാണുമ്പോൾ, ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. സോ വെരി പൂവർ ഹെയർ ലൈൻ എന്ന് പറയാം. പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി പോലത്തെ ഒരാൾക്ക്, ഇത്രയും തെളിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഹെയർ ലൈൻ വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ മിസ്റ്റേക്ക് ഒരിക്കലും കാണിക്കരുത്. ഏത് ക്ലിനിക്കാണ് സർജറി, ഐ ഡോണ്ട് നോ ദ ക്ലിനിക്, ബട്ട് എന്തായാലും വിമർശന അതീതമാണ് ഈ ഒരു പ്രോബ്ലം. കാരണം വിമർശിച്ചേ മതിയാവും ഈ ഒരു പ്രോബ്ലം. എന്തായാലും ഇത് വിമർശിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചേ ചെയ്യാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലം വരും. ഇത് സെലിബ്രിറ്റി എന്നല്ല, അതൊരു സാധാരണക്കാരനാണെങ്കിലും ഹെയർ ലൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഈ ഹെയർ ലൈന് ഈ അക്ഷർ പട്ടേൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് ലോങ് കൊണ്ട് നടക്കണം. ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി കുറച്ച് കയറി വരച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇറക്കായിരുന്നു. പക്ഷേ ഇത് ഒരുപാട് ഇറക്കി കഴിഞ്ഞു, അതൊരു സ്ട്രൈറ്റ് ലൈനായി പോയി. ഇപ്പോൾ ഈ നിങ്ങൾ ചിന്തിക്കുക, ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം, സൈഡ് ആംഗിൾ കാണിക്കാം. ഈ വെച്ച ഹെയർ സെപ്പറേറ്റായി കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഫ്രണ്ടിലോട്ടാണ് അത് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഡയറക്ഷൻ റോങ് ആണ്. ഞാൻ പറയുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇന്ത്യ സൂപ്പർ 8 എത്തിരിക്കുകയാണ്, വേൾഡ് കപ്പ് കാണുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. ഒന്ന് അടുത്ത ഇന്ത്യയുടെ സൗത്ത് ആഫ്രിക്കയുടെ കളിയുണ്ട്. ആ കളിയിൽ അക്ഷർ പട്ടേലിനെ ഒന്ന് നേരിട്ട് നിങ്ങൾ അടുത്തുനിന്ന് കണ്ടോളൂ. കാരണം ഇപ്പോൾ ഈ ഫോട്ടോ കാണുന്നതിനേക്കാളും ബോറാണ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ, വെരി മച്ച് ബോറാണ്. കാരണം ആ ഹെയർ ഇങ്ങനെ ഒരു ആടി നിൽക്കും. അത് എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല. ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയുന്ന വ്യക്തികൾക്ക് അറിയാം, റോങ് ഹെയർ ലൈനാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു ഹെയർ ലൈൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്ക് സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. റിസൾട്ട് വന്നുകൊണ്ട് മാത്രം കാര്യമില്ല. ആ റിസൾട്ട് എങ്ങനെ വരുന്നു, എത്ര നാച്ചുറൽ ഹെയർ ലൈൻ ആണ്, എത്ര ആംഗുലേഷൻ കൊടുക്കുന്നത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അക്ഷർ പട്ടേലിന് ഡെൻസിറ്റി ഉണ്ട്, എവറിത്തിങ് ഈസ് ഓക്കെ. പക്ഷേ പ്രോബ്ലം എന്താണ്? ഒന്ന് ഡയറക്ഷൻ ശരിയല്ല, ഹെയർ ലൈൻ സ്ട്രൈറ്റ് ലൈനാണ്, അതേപോലെ ഒരുപാട് ഇറക്കി. ഇതാണ് ഇവിടുത്തെ പ്രോബ്ലം. ഡെൻസിറ്റി ഉണ്ട്, റിസൾട്ട് ഉണ്ട്. അപ്പോൾ പല ആൾക്കാരും റിസൾട്ട് വന്നില്ല, റിസൾട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ വന്ന കാര്യമില്ല. നമ്മൾ എപ്പോഴും എക്സ്പെർട്ടായ ആ ഒരു ഹെയർ ലൈൻ വരയ്ക്കുന്ന ആളെ കൊണ്ട് വരച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഏത് സെലിബ്രിറ്റിയെ കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഇതേപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തികളാണ് ഹാർദിക് പാണ്ഡ്യ,
ഹർദീപ് പാണ്ഡ്യ ഹെയർലൈൻസ് ഇസ് ഗുഡ്. ആൻഡ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഹെയർലൈൻ ഇറക്കിയ ചെയ്തത്, പക്ഷേ ആംഗുലേഷൻ അടിപൊളിയാണ്. അതുകൊണ്ട് ആ റിസൾട്ടിൽ അത് നല്ല ഭംഗിയിൽ കാണിക്കുന്നത്. ഓരോ ആൾക്കാരുടെ ഫേസ് അനുസരിച്ച് ഹെയർലൈൻ വരയ്ക്കണം. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സെലിബ്രിറ്റീസ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹർഷൽ പട്ടേൽ ചെയ്തിട്ടുണ്ട്, റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ബോളറായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ അമ്പയർ അനിൽ ചൗധരി, മത്സരങ്ങൾ അമ്പയർ ചെയ്തൊരു അദ്ദേഹത്തിൻ്റെ റിസൾട്ട് വീഡിയോ വരുന്നുണ്ട്. അനിൽ ചൗധരി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഞാൻ സർജറി ചെയ്ത ക്ലിനിക്ക് തന്നെയാണ്. സോ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ റിസൾട്ട് കൂടെ എൻ്റെ ചാനലിൽ വരുന്നുണ്ട്. അങ്ങനെ പല പല ആൾക്കാർ, രവി ശാസ്ത്രിയൊക്കെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തികളാണ്. സുനിൽ ഗാവസ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിക്കറ്റേഴ്സ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹർഷ ബോഗ്ലെ ചെയ്തതാണ്. അങ്ങനെ പല ആൾക്കാർ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരുടെ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരും വീഡിയോകളിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ. ഹെയർ ട്രാൻസ് സഫാരി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജിന് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടും. താങ്ക് യു വെരി മച്ച്. ബൈ.